ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. വീണ്ടും മലയാളത്തിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പിറന്നിരിക്കുകയാണ്. അതെ, വെറും 26 ദിനം കൊണ്ട് വാഴ 2 നേടിയിരിക്കുന്നത് പുതിയ ചരിത്രം തന്നെയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രി ഹിറ്റുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു കാലാന്തരമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. മാസം തോറും ഇൻഡസ്ട്രി ഹിറ്റ് വരുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഈ ഒരു ഏപ്രിൽ മാസം വാഴ 2 ഇറങ്ങിയപ്പോൾ 200 കോടി അടിക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു എല്ലാവർക്കും. ഇൻഡസ്ട്രി ഹിറ്റൊന്നും ആരും സ്വപ്നം കണ്ടില്ല. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു, ഇത് ഇൻഡസ്ട്രി ഹിറ്റിൽ കുറഞ്ഞ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് 26-ാം ദിനം ഈ ഒരു സിനിമ 1000-ന് മുകളിലുള്ള ഷോകൾ ഓടുന്നു. 54,000-ഓളം ടിക്കറ്റുകളും വിറ്റുപോകുന്നു. സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 86 ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ. അതായത് 1,26,000-ാം ദിനവും ഈ ഒരു സിനിമ ഇതൊരു സർവ്വകാല റെക്കോർഡ് തന്നെയാണ്. പല സിനിമകളും അല്ലെങ്കിൽ ലോക പോലെയുള്ള സിനിമകൾ ഇടയ്ക്ക് ഇതേപോലെ ചില ദിവസങ്ങളിൽ ഗംഭീര പ്രകടനം, ചില ദിവസങ്ങളിൽ മങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ ഇത് സ്റ്റഡിയായിട്ട് ഈ ഒരു സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ പോവുകയാണ്. സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഈ ഒരു സിനിമ പോവുകയാണ്. 124 കോടിയും കടന്ന് മിന്നുന്ന പ്രകടനവുമായി ഈ ഒരു സിനിമ പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് 200 അല്ല 300 കോടിയും കടന്ന് തന്നെ പോകുമെന്നുള്ളത്. മലയാളത്തിൽ പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കുമ്പോൾ ഇനി മെയ്യിലേക്ക് കിടക്കുകയാണ്. മെയ്യിലും ഈ ഒരു സിനിമ ഇങ്ങനെ തലയെടുപ്പോടുകൂടി തന്നെ നിൽക്കുകയാണ്. അതിൽ ഒരുപക്ഷെ ഒരുപാട് വമ്പൻ സിനിമകൾ വരികയാണ്. ഒപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന പേട്രിയോട്ടും വരികയാണ്. തീർച്ചയായും നമുക്കറിയാം, പേട്രിയോട്ട് അതിഗംഭീര വിജയവും കാര്യങ്ങളുമൊക്കെ ആയിരിക്കാം. പക്ഷേ ഇവിടെ വാഴ നേടിയ ഇൻഡസ്ട്രി ഹിറ്റ് ഒരു പുതുമയാണ് നൽകുന്നത്. വേറെ ഒന്നുമല്ല, വലിയ സ്റ്റാർ കാസ്റ്റോ കാര്യങ്ങളൊന്നുമില്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ആരെയും പുതുമ അല്ലെങ്കിൽ ആരെയും പഴയ ആൾക്കാരെ അറിയാനില്ല, എല്ലാം പുതുമയോടെ തേടുന്ന സോഷ്യൽ മീഡിയയിൽ പരിചിതമായിട്ടുള്ള മുഖങ്ങളിൽ നിന്ന് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കുമ്പോൾ കാലാകാലങ്ങളായി മലയാള സിനിമ ഞെട്ടിക്കുന്ന ഇത്രയും കാര്യങ്ങൾ വരാറുണ്ട്. പലപ്പോഴായി വമ്പൻ സിനിമകൾക്കിടയിൽ അനിയത്തിപ്രാവ് പോലെ പുതുമുഖ നായകൻ വരികയും എന്തിന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അങ്ങനെയുള്ള ഓരോ സിനിമകളും ഓരോ കാലഘട്ടത്തിൽ വന്ന് അതുവരെയുള്ള സിനിമകളെയൊക്കെ ഞെട്ടിക്കുന്ന ഓരോ പാറ്റേൺ നമ്മൾ സ്ഥിരമായി കാണുന്നു മലയാളത്തിൽ. അതുതന്നെ ഇവിടെയും സംഭവിക്കുന്നു. അങ്ങനെ വാഴ 2 അതിഗംഭീരമായി പോകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. വാഴയ്ക്ക് ഇതുവരെ നമുക്ക് 42,000-ന് മുകളിലുള്ള ഷോകളാണ് നടന്നിരിക്കുന്നത്. ഒപ്പം 72 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. ട്രാക്കിങ്ങിലൂടെ മാത്രം 116 കോടി 115.36 കോടിയാണ് നേടിയിരിക്കുന്നത്. അതും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. ഓവറോൾ ഒക്യുപ്പൻസി 61% നിൽക്കുന്നത്. എന്താണേലും വാഴ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒന്ന് ടിക്കറ്റ് എടുക്കാം, തിയേറ്ററിലേക്ക് പോകാം. നല്ല ഒരു സിനിമ, നല്ല അനുഭവം നിങ്ങൾക്ക് കാണാം. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.